ഞാൻ ഖദീജ മുംതാസിലേക്ക് കൂടി എത്തുകയാണ്. ഡോക്ടർ, ഞാൻ നമ്മുടെ ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ചോദിച്ച ഒരു ചോദ്യം, സിമ്പിളായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് പണ്ടൊക്കെ വയറ്റാട്ടിമാരല്ലേ പ്രസവം എടുത്തിരുന്നത് എന്നുള്ളത്. എന്നാൽ ഇവരാരും ചിന്തിക്കുന്നില്ലേ ഈ വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ഇത്രത്തോളം വളർന്നിട്ടില്ലാത്ത ഒരു കാലത്ത് അന്ന് എത്ര മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ജനനത്തിന് ശേഷം എത്ര അസുഖങ്ങൾ പലരും നേരിട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ ചോദ്യം ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്നത് ഡോക്ടർ? പണ്ട് കാലത്ത് വയറ്റാട്ടിമാർ ചെയ്ത പ്രവർത്തികളെ ഞാൻ ആദരവോടുകൂടി തന്നെ നോക്കിക്കാണുന്നുണ്ട്. അന്ന് ഡോക്ടേഴ്സ് ഇത്രമാത്രമില്ല, ആശുപത്രികളില്ല. ആ സമയത്ത് അവർ വളരെ സ്തുത്യർഹമായ കാര്യങ്ങൾ തന്നെയാണ് അവരുടെ പരിശീലനത്തിലൂടെ അമ്മമാർ ചെയ്യുന്നു, കൂടെ വരുന്ന മക്കൾ പഠിക്കുന്നു, അങ്ങനെ അല്ലെങ്കിൽ അനിയത്തിമാർ പഠിക്കുന്നു. അവർ തികച്ചും സ്തുത്യർഹമായിട്ടുള്ള ജോലികൾ തന്നെയാണ് ചെയ്തിരുന്നത്. ഈവൺ നമ്മുടെ നാട്ടിൽ തന്നെ, ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ നോർത്ത് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വയറ്റാട്ടിമാർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ദായമാരാക്കിയിട്ട് പരിശീലിപ്പിക്കുന്നുമുണ്ട്. കാരണം അവിടത്തേക്ക് കണ്ടീഷൻ അതുപോലെയാണ്. ആ ഗ്രാമങ്ങളിലൊക്കെ ആശുപത്രികളില്ല, ആളുകൾ ഒരുപക്ഷെ ആശുപത്രികളിൽ വന്ന് പ്രസവിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇത്തരം ദായകൾക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവർ പണ്ടത്തെ കാലത്ത് പ്രസവിക്കുന്നുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ പ്രസവിച്ചിട്ടുമുണ്ട്, മരിച്ചിട്ടുമുണ്ട്, പ്രസവ സമയത്ത് മരിച്ചിട്ടുണ്ട്, പ്രസവത്തിന് ശേഷം മരിച്ചിട്ടുണ്ട്, രക്തസ്രാവം കൊണ്ട് മരിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ കൺമുന്നിൽ ഞാനൊരു 5-6 വയസ്സുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ മരിക്കുന്നത് ഞാൻ കണ്ടു നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്തരത്തിൽ മരിച്ചിട്ടുണ്ട്. അന്ന് അതൊന്നും ആരും കാര്യമാക്കില്ല. പ്രസവത്തിൽ മരിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികതയായിട്ട് എടുത്തിരുന്നൊരു കാലമുണ്ട്. അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞതിന് ശേഷം തീരെ രക്തമില്ലാതെ അനീമിയ കൊണ്ട് 2-3 മാസം കൊണ്ട് മരിച്ചു പോയ സ്ത്രീകളും ഒക്കെ ഉണ്ട്. നമ്മുടെ കഥകളിൽ വരെ അതുണ്ട്, നോവലുകളിലൊക്കെ അതുണ്ട്. അമ്മമാർ ശ്വാസം മുട്ടി ഇങ്ങനെ നടന്നതും പിന്നീട് മരിച്ചു പോയതും ഒക്കെ. ഇപ്പോൾ കാലം മാറി, ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചു. അത് സ്ത്രീയുടെ കൂടി കൃത്യമായ ഗുണത്തിന് വേണ്ടിയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഗർഭം, പ്രസവം എന്നൊക്കെ പറയുന്നത് ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയാണ് എന്നാണ് നമ്മൾ ഗൈനക്കോളജിസ്റ്റുകൾ തന്നെ പറയുന്നത്. ഞങ്ങൾ തന്നെ പ്രസവം എടുക്കുമ്പോൾ നമുക്കറിയില്ല എപ്പോഴാണ് ഒരു വളരെ സാധാരണമായിട്ടുള്ള ഒരു കേസ് പെട്ടെന്ന് തകിടം മറിഞ്ഞ് വേറൊരു ലെവലിലേക്ക് പോകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും ഡോക്ടർ, ഈ വിഷയം നമ്മൾ സത്യത്തിൽ സ്ത്രീകൾ കേൾക്കാൻ വേണ്ടി കൂടിയാണ് ഇത് പറയുന്നത്. ഇത് ചെറിയൊരു സംഭവമേ അല്ല. മനുഷ്യന്റെ ഒരു പ്രസവം എന്നൊക്കെ പറയുന്നത് എത്ര സങ്കീർണമാണെന്ന് നമ്മൾ സ്ത്രീകൾ തന്നെ ഇത് കേട്ടിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഡോക്ടർ അതിനെക്കുറിച്ചാണ് വിശദീകരിച്ചത്. നമുക്കറിയാമല്ലോ, നമ്മുടെ സുനിത വില്യംസ് ഒക്കെ മാസങ്ങളോളം സ്പേസിൽ പോയി നാട്ടിലെത്തിയ കാലത്താണ് ഇവിടെ വീട്ടിൽ പ്രസവിക്കാനായി ആളുകൾ നടക്കുന്നത്. സ്ത്രീകളെ നിർബന്ധിക്കുന്ന പുരുഷന്മാരുള്ള സമൂഹമാണിത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കണക്കുകൾ പോലും അത്തരത്തിൽ വ്യക്തമാക്കുന്ന ഒരു അവസ്ഥയെ പിന്നോട്ടടിക്കുന്നതാണെന്നേ പറയാനുള്ളൂ.